പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രാഹുൽ തന്റെ അടവുകളുമായി ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ്. ഇതേ തുടർന്ന് സ്വത്തുക്കൾ തന്റെ പേരിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കം ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതേസമയം രജിസ്റ്റർ ഓഫീസിലേക്ക് പോവുകയാണ് രാഹുലും അതുപോലെ തന്നെ റാംമോഹനും. അവിടെ വെച്ച് രജിസ്ട്രാർ കാര്യങ്ങളൊക്കെ ഒരുവിധം ഓക്കെയാണ്. രാഹുലിന്റെ പേരിലേക്ക് സ്വത്തുക്കൾ മാറ്റുന്നതിനൊരു പ്രശ്നവുമില്ല. ഇതോടെ രാഹുലിന് സന്തോഷമാകുന്നു. ഇത് കേൾക്കുന്ന റാംമോഹൻ, എന്നാൽ ബാക്കി കാര്യങ്ങൾ മുന്നിലേക്ക് പോയിക്കോട്ടെ, ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. അല്ല, ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതിപ്പോ നിങ്ങളുടെ മരുമകനാണല്ലോ. മരുമകന്റെ പേരിലേക്ക് മാറ്റുന്നതിന് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യം നിങ്ങളുടെ മകൾ, അതായത് ഇഷയും കൂടി ഒപ്പിട്ട് തരേണ്ടതാണ്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടായേക്കാം. ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞത്. അവരെ കൂടി കൊണ്ടുവന്നിട്ടുണ്ടോ? അയ്യോ, ഇഷ വന്നിട്ടില്ല. ആണോ? എന്നാൽ ആ കുട്ടിയെയും കൂട്ടിക്കൊണ്ടുവരൂ. ആ കുട്ടിയുടെ സൈൻ കൂടി കിട്ടുകയാണ് എങ്കിൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. കാര്യങ്ങൾ എല്ലാം ക്ലിയറായി. മനസ്സിലായോ? ഇത് കേട്ടതിനെ തുടർന്ന് രാഹുലിന് നിരാശ വന്നിരിക്കുകയാണ്. ഛേ, നല്ലൊരു അവസരമാണ് മിസ്സായത്. ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇതേ തുടർന്ന് റാംമോഹൻ, മോനെ, എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇഷയെയും കൂട്ടി ഇപ്പോൾ തന്നെ തിരികെ വരാം. എല്ലാ പ്രൊസീജിയേഴ്സും ഇന്നത്തോടെ തീർക്കാനും സാധിക്കും. എന്തു പറയുന്നു? എന്നാ അങ്ങനെയാകട്ടെ അങ്കിൾ എന്ന് പറഞ്ഞ് ഇരുവരും വീട്ടിലേക്ക് തിരികെ വരികയാണ്. ഇതേ സമയം രാഹുലിന്റെ ചതി മനസ്സിലാക്കുന്ന വീട്ടിലെ വേലക്കാരി ഇഷയെ ചെന്ന് കാണുകയാണ്. ഇഷമോളെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ ആ രാഹുലിനെ വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ തിരിച്ചടി ഉണ്ടാകുന്നത് നിനക്ക് തന്നെയാണ് എന്നുള്ള കാര്യം നീ മറക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവൻ അവൻ നല്ലൊരു ചതിയനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അവൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ബുദ്ധിപൂർവം മനസ്സിലാക്കി ആ നീക്കം തടയണം ഇഷമോളെ. ഇല്ലെങ്കിൽ സ്വത്തുകളെല്ലാം നഷ്ടമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇഷമോളെ അവൻ ഭാവിയിൽ വഞ്ചിക്കുക തന്നെ ചെയ്യും. ഇത് കേട്ടതിനെ തുടർന്ന് ഇഷ തിരിച്ചടിക്കുന്നതിനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിന്റെ ഭാഗമായി തിരികെ വീട്ടിലേക്ക് എത്തുന്ന റാംമോഹനോടും രാഹുലിനോടും കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നു. റാംമോഹൻ, മോളെ ഇഷേ, ഞങ്ങളുടെ കൂടെ ഒന്ന് രജിസ്ട്രാർ ഓഫീസിലേക്ക് വരണം. കുറച്ച് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അതാക്കിയിട്ട് ഉടൻ തന്നെ തിരിച്ചു വരാം. ഇല്ല ഡാഡി, ഞാൻ എവിടേക്കും വരുന്നില്ല. ഞാൻ എൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു. അതെന്താ ഇഷമോളെ അങ്ങനെ? മോളെ, കുറച്ച് സമയത്തെ പരിപാടിയേ ഉള്ളൂ. ഒരു ബുദ്ധിമുട്ടും മോൾക്കുണ്ടാവുകയില്ല. അത് ഡാഡി ഉറപ്പ് നൽകാം. ഇനി കെട്ടിക്കളിച്ച് എവിടേക്കും രാഹുലിന്റെ കൂടെ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ കാര്യമാണ് ഡാഡി ഞാനിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡാഡി എന്ത് വിചാരിച്ചാലും ഒരു പ്രശ്നവുമില്ല. ഞാൻ എൻ്റെ മനസ്സിലെ കാര്യം തുറന്നു പറയുകയാണ് ചെയ്തത്. എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാവുകയും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായോ ഡാഡി? കാര്യങ്ങൾ എന്തായാലും മുന്നോട്ട് പോകാം എന്നുള്ള ധാരണ ഇനി വേണ്ട എന്ന് പറഞ്ഞ് ഇഷ പോകുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം രാഹുലിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായതിനെ തുടർന്ന് രാഹുൽ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല. എൻ്റെ സ്വപ്നങ്ങളാണ് അവൾ തകർത്ത് കളഞ്ഞത്. അവളെ അങ്ങനെ വിജയിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല
എന്ന് ഉറപ്പിക്കുന്ന രാഹുൽ ഇഷയെ ചെന്ന് കണ്ടതിനെ തുടർന്ന് സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ തന്ത്രം എനിക്ക് മനസ്സിലായടാ. പക്ഷെ അതൊന്നും നടക്കില്ല. ഞാൻ എൻ്റെ നീക്കങ്ങൾ നടത്തി കാണിച്ചു തരാമടി. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞില്ലേ, ആ അഭിഷേകിന്റെ കുഞ്ഞ്, അതിനെയും ഞാൻ ഇല്ലാതാക്കും. ആ കാര്യത്തിലും ഒരു സംശയവും നിനക്ക് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായോടി എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പോവുകയാണ്. ഇതോടെ ഇഷയൊന്ന് ഭയക്കുന്നു. കാര്യങ്ങൾ നടന്നില്ല എന്നുള്ള കാര്യം അറിയുന്നത്. ഇതേ സമയം നീനയെയും അമ്മയെയും ഞെട്ടിച്ചതിനെ തുടർന്ന് പുതിയ നീക്കം എന്തായാലും വേണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് അവർ രാഹുലിനോട്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.